അപ്പൊ ചേച്ചി ഒരിക്കൽ കൂടി നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഇനി ചേച്ചിയുടെ അടുത്തുനിന്ന് അറിയാനുള്ളത് സിനിമാ വിശേഷങ്ങൾ, ജീവിതം എല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇത്രയും നാളത്തെ ഒരു ജീവിതാനുഭവം വെച്ചിട്ട് വളരെ വേദനിപ്പിച്ച അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ദുരാനുഭവം ഒരു സ്ത്രീ ആയതുകൊണ്ട് നേരിടേണ്ടി വന്നു, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, സ്ത്രീ ആയതുകൊണ്ട് നേരിടേണ്ടി വരിക എന്നുള്ള അല്ല, നമ്മൾ മറക്കാൻ പറ്റാത്ത സംഭവമാണ് ഉദ്ദേശിക്കുന്നത് ലൈഫിൽ എന്തെങ്കിലും. ലൈഫില് മറക്കാൻ പറ്റാത്ത സംഭവമാണെങ്കിൽ എൻ്റെ ഉമ്മ മരിച്ചു. അത് പിന്നെ വയസ്സായിട്ട് മരിച്ചാണ്. ആങ്ങള അതുപോലെ ക്യാൻസർ വന്നു, അത് ഭയങ്കരമായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ മുൻപ് എൻ്റെ മൂത്ത ചേച്ചി, ശരിക്കും ഞങ്ങൾക്ക് ഉമ്മാക്ക് തുല്യെന്ന് പറയാം, ആ ചേച്ചിയുടെ ഒരു മകനുണ്ടായിരുന്നു മുസ്തഫ എന്ന് പറഞ്ഞിട്ട്. അവനൊരു 35 വയസ്സുള്ള സമയത്ത് ഗൾഫിലൊക്കെ പോയി നാട്ടിൽ വന്നു. അവൻ വീടും സൗകര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം അവൻ സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവന് പെട്ടെന്നൊരു പിന്നെ ശരീരത്തിൽ ഭയങ്കര വേദന വന്നു. അവിടെ മഞ്ചേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ദിവസങ്ങളോളം അത് കൂടി വരുന്നു. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല, ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബട്ടൺസ് ഇടാൻ പറ്റാതെ ആവുക, അങ്ങനെയൊക്കെ ആയപ്പോൾ കോഴിക്കോടുള്ള ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഇപ്പോൾ ഈ ഡോക്ടർമാർ എന്ത് അസുഖം ഉണ്ടെങ്കിലും നേരിട്ട് രോഗിയെ അറിയിക്കണം എന്നുണ്ട്. അത് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഒരു ഭയങ്കരമായ അസുഖം നമ്മളെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് വല്ലാത്ത നമുക്ക് താങ്ങാൻ പറ്റില്ല. പറയുന്നവർക്ക് ഈസിയാണ്. അപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ തന്നെ മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞു, ഇത് ഗില്ലൻബേരിന്നോ സിൻഡ്രോം അങ്ങനത്തെ ഒരു അസുഖമുണ്ട്, അതാണ് ഈ അസുഖം. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കും, വെന്റിലേറ്ററൊക്കെ ഇടേണ്ടി വരുന്നു. ഇത് അവൻ ആരോഗ്യത്തിൽ ഇരിക്കുക. അപ്പോൾ ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഡോക്ടറെ അടുത്തേക്ക്, കാരണം ഇത് കുഴപ്പമില്ല എന്ന് പറയുന്നതിന് പകരം ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴേ അവൻ്റെ ശരിക്കും പറഞ്ഞാൽ മനസ്സ് തളർന്നു പോയിട്ടുണ്ടാവും. ഒരു വളരെ അപൂർവമായിട്ട് വരുന്ന അസുഖമാണ് പോലും ഇത്. അങ്ങനെ ഇത് അവരൊരു 75,000 രൂപേൻ്റെ ഒരു ഇഞ്ചക്ഷൻ ശരീരത്തിലേക്ക് വെക്കുകയാണ്. ഈ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ പോയിട്ടുണ്ട്. അപ്പം അന്നൊന്നും അറിയില്ല ഇതെന്താണ് സംഭവിച്ചുകൊണ്ട് അകത്ത്. അപ്പോൾ ഇവർ വെന്റിലേറ്ററിൽ വെന്റിലേറ്റർ എന്താണെന്നും എനിക്കറിയില്ല. നമ്മൾ വിചാരിക്കും വെന്റിലേറ്റർ അവിടെ കിടക്കുന്നു. അപ്പോൾ തീരെ രോഗിക്ക് ശ്വാസം കിട്ടാതിരിക്കുമ്പോഴാണ് വെന്റിലേറ്റർ കൊടുക്കുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഇവരെപ്പോഴും തല ഇങ്ങോട്ടും മുഖത്ത് അങ്ങോട്ടും ആയിട്ടായിരിക്കും കിടക്കുന്നത്. എപ്പോഴും ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. രോഗികളെ കിടക്കുന്നത് എപ്പോഴും അങ്ങോട്ട് തിരിച്ചിട്ടാണ് കിടത്തുക. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ വയറിങ്ങനെ ശ്വാസത്തിൻ്റെ, അത് വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടാണ്, വേറെ ഒന്നുമില്ല. ശരിക്കും ആള് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയാൻ വേണ്ടി അടുത്തേക്ക് വരികയാണ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ഞാനൊക്കെ പറയും, അത് കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞിട്ട് വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരുന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർമാർ മരിച്ചു പോയി എന്ന് പറയാൻ ധൈര്യമില്ലാതെ ഇവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ പുലർച്ചയ്ക്ക് വന്നിട്ട് ചേച്ചിനെ വിളിച്ച ആരെങ്കിലും ഒരാൾ അകത്ത് വരണമെന്ന്. അപ്പോൾ ചെറിയൊരു ജീവൻ്റെ ഒരു നാളം കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്ത് പോയപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ചേച്ചി അകത്തേക്ക് പോയി വന്ന് ചേച്ചി അവനെ തൊടലും ടിക്ക് പോവാണ്. അതുവരെ ഈ സാധനം നിന്ന്. പക്ഷെ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ് ഇങ്ങനെ രോഗികളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുക എന്നുള്ളത്. എൻ്റെ ആങ്ങളയോടാണെങ്കിൽ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് അതാ ചെയ്തത്. അവൻ ക്യാൻസർ ആണെന്ന് അറിയില്ലായിരുന്നു. മുഖത്ത് നോക്കി പറഞ്ഞത് 6 മാസം ജീവിച്ചിരിക്കുള്ളൂ എന്ന്. അന്ന് അവൻ ഭക്ഷണം നിർത്തി. അതുവരെ നല്ല സ്മാർട്ടായിട്ട് മരണം, നമ്മൾ ആരെങ്കിലും നിങ്ങൾ മരിക്കുന്ന ഒരാളെ മുഖത്ത് നോക്കി പറയുമ്പോൾ എങ്ങനെയാ അത് സഹിക്കുക? അത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാനേ പറ്റാത്ത അനുഭവം ആണിതൊക്കെ.